എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്ന ഹെയർ ബോ എങ്ങനെ ചെയ്തെന്ന് നോക്കിയാലോ. ഇത് നെയിമിങ് ഹെയർ ബോ ആണ് കേട്ടോ. നമുക്ക് കസ്റ്റമൈസേഷൻ വഴി നമ്മൾ നെയിം ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. വളരെ സിമ്പിളാണ്. ഇത് നമ്മുടെ സാധാരണ നെറ്റില്ലേ, നമ്മുടെ നെറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. പല കളറിലെടുക്കാം. പിന്നെ നെയിമിങ് ഇതൊക്കെ ആകുമ്പോൾ ചിലത് നമുക്ക് കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നമുക്ക് ലൈറ്റ് കളറോ ഡാർക്കോ നമുക്ക് ഏതാണ് നല്ലത് അത് ചൂസ് ചെയ്യാം. എനിക്ക് വൈറ്റ് ആയിരുന്നു, അപ്പോൾ ഞാൻ വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് നെറ്റ് എടുക്കുക, ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ കുറച്ച് തിക്നെസ്സിൽ എടുക്കാം. പിന്നെ കുട്ടികളുടെ വലിപ്പം അനുസരിച്ച്, അതായത് കുഞ്ഞു കുട്ടികൾക്ക് കുറച്ചുകൂടെ ചെറുത്, കുറച്ചുകൂടെ വലിപ്പം വലിയ കുട്ടികളാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇതിൻ്റെ വീതി കൂട്ടിയെടുക്കാം. അപ്പോൾ അത് കൂടുതലായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലെയർ കൂടി വരും, അത് വിടർന്ന് നിൽക്കും. അപ്പോൾ അത് കുഞ്ഞുങ്ങളുടെ ഹെയറിൻ്റെ ഒരു ഇതനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കാൻ. ഇത് ഒരു എന്താ പറയുക, ഇതൊരു തേർഡിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടല്ലോ. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കവർ ചെയ്തെടുക്കുക. എല്ലാ മെത്തേഡും നമ്മൾ ഹെയർ ബോ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇതിൻ്റെ ഫോൾഡിംഗ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമൊന്നുമില്ല. സെൻറ്റർ കവർ ചെയ്യുക. നമ്മൾ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ അത് ഫിനിഷ് ചെയ്ത് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ഹെയർ ബോയ് ആകുമ്പോൾ അത് ഈ സെൻറ്റർ നമ്മൾ ആ പ്ലേറ്റ് പിടിച്ചെടുക്കത്തില്ലേ, അത് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെൻറ്ററിൽ ഒന്ന് ഹാൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് സെൻറ്റർ ടൈ ചെയ്ത് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ പോലെ നല്ല വിടർന്ന് നിൽക്കും. അതാണ് ശരിക്കും ഈ ഹെയർ ബോയുടെ ഏറ്റവും പെർഫെക്ഷനും അതിൻ്റെ ഏറ്റവും ഭംഗിയും. അത് കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അത് ഫ്ലോപ്പായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും അവിടെ ഇതില്ല. നമ്മളത് പെർഫെക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും വളരെ മനോഹരമായിരിക്കും അതിൽ. കാരണം അതിങ്ങനെ വിടർന്ന് നിൽക്കണം. പിന്നെ ഒത്തിരി തിക്നെസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സെൻറ്ററൊക്കെ കവർ ചെയ്യുന്നത് നല്ല നീറ്റായിട്ടായിരിക്കണം. ഇനി അതിൻ്റെ പുറകിലേക്ക് ഞാൻ ഫെൽറ്റ് ഷീറ്റ് കൊടുത്ത് അതങ്ങ് കവർ ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ഒരു അലിഗേറ്റർ ക്ലിപ്പ് കൊടുത്തു. അലിഗേറ്റർ ക്ലിപ്പ് നിങ്ങൾക്ക് കവർ ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ കവർ ചെയ്തിട്ടില്ല, കാരണം വളരെ നീറ്റായിട്ടിരുന്നത് കൊണ്ട് ഒരു ഗോൾഡൻ അല്ല ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഞാൻ കവർ ചെയ്യാൻ പോയില്ല, കാരണം ഞാൻ ഫെൽറ്റ് ഷീറ്റ് ബ്ലാക്കാണ് എടുത്തത്. ഇനി അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇനി ഇത് സൈഡിലേക്ക് ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ 1-2 പ്ലാസ്റ്റിക്കിൻ്റെ ഹാർട്ടിൻ്റെ ബീഡ്സ് ഉണ്ടായിരുന്നു, അതിൽ പേളും കൊടുത്തു. പിന്നെ നമ്മുടെ നെയിമും കൊടുത്തു ഒരു സൈഡിൽ. അടുത്ത സൈഡിൽ ഇതൊരു 2 ലെയറായിട്ട് ചെയ്തു. ഒരു ജസ്റ്റ് നമ്മുടെ ഐഡിയ വെച്ച് ചെയ്യുന്നതാണ് ഇത്. ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് 2 സൈഡിൽ എങ്ങനെ വേണോ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. കുറച്ച് ബീഡ്സ് കൊടുത്തോ സ്റ്റോൺസ് കൊടുത്തോ എങ്ങനെ കൊടുത്താലും ഫിക്സ് ചെയ്തിരിക്കും. ഈ വൈറ്റിൽ ആ കളർഫുള്ളായിട്ടുള്ള കുറച്ച് ബീഡ്സ് വന്നപ്പോൾ കുറച്ചുകൂടെ അത് എലഗൻ്റായി. അതാണ് ഇതിലൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ആ ബീഡ്സിലെ അതായത് ആ ഹാർട്ടിൻ്റെ ആ ഒരു കളർ ബീഡ്സ് വന്നപ്പോൾ കുറച്ചുകൂടെ അതൊരു എടുത്ത് നിൽക്കുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. ഈ ബീഡ്സ് നമുക്ക് ഒത്തിരി ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ബട്ടർഫ്ലൈ അവൈലബിൾ ആണ്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് പല കളറിൽ സ്റ്റാർ അവൈലബിൾ ആണ്. ഹാർട്ട് അവൈലബിൾ ആണ്, ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ളത് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ പലതും ഉണ്ട്. ഞാൻ ഒരു ലെയർ കംപ്ലീറ്റ് ബീഡ്സ് കൊടുത്തു. അതിനുശേഷം ഒരു സൈഡിൽ അതിൻ്റെ അടുത്തായിട്ട് ഞാൻ നെയിമും കൊടുത്തു. കണ്ടല്ലോ. ഇനി അടുത്ത ലെയറിൽ വരുമ്പോഴാണ് ആ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ട് കുറച്ച് ബീഡ്സ് കൊടുക്കുന്നു, സ്റ്റോൺസ് കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അതിൻ്റെ നെയിംസൊക്കെ കൊടുക്കുന്നു. കണ്ടോ. ആ നെയിമൊക്കെ നമ്മൾ കറക്റ്റായിട്ട്, കാരണം അത് പേസ്റ്റായി കഴിഞ്ഞിട്ട് പിന്നെ ഇളക്കിയൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം പേസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടൊക്കെ പേസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഈ നെയിമിങ് ഹെയർ ബോയുടെ എന്തുകൊണ്ടാണ് 1-2 പേര് ചോദിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസ് എന്ന്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൽഫബറ്റ് നമ്മൾ കസ്റ്റമൈസേഷനാണ് ഈ ആൽഫബറ്റ് നമ്മുടെ കയ്യിൽ എല്ലാ ആൽഫബറ്റും കാണണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഒരു പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ അതിൽ ചില ആൽഫബറ്റ് AH ഇങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. അപ്പോൾ അടുത്ത് നമ്മൾ വീണ്ടും അത് വാങ്ങിയാൽ മാത്രമേ നമ്മുടെ കയ്യിൽ കാണുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള നെയിമിങ് കസ്റ്റമൈസേഷൻ വീണ്ടും എക്സ്പെൻസാണ് നമുക്കത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നെയിമിങ് വരുന്നതിന് എല്ലാത്തിനും കുറച്ച് കസ്റ്റമൈസേഷൻ വരുമ്പോൾ അതിന് നല്ല റേറ്റ് വരുന്നത്. കണ്ടോ, അതവിടെ ആയിക്കഴിഞ്ഞു. ഇനി അടുത്ത സൈഡും അതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഹാൻഡ് കൊണ്ടൊക്കെ പ്രസ് ചെയ്ത് നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തെടുക്കണം. അതിൻ്റെ ഒരു ആ ലൈനിലെ ഓർഡറൊക്കെ എല്ലാം ഒരുപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ ഒരു എന്താ പറയുക 2 ലെയറാണ് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഞാൻ ഒരു ബീഡ്സ് കൊടുക്കുന്നുണ്ട്, കളർ ബീഡ്സ്. അതിപ്പോൾ സ്റ്റാറോ ഹാർട്ടോ എന്ത് വേണോ നിങ്ങൾക്ക് കൊടുത്തെടുക്കാം. പിന്നെ അതിൻ്റെ സൈഡിൽ സ്റ്റോൺസും ബീഡ്സും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ചെയ്യുന്നു. കാരണം ഇത് ചെയ്യാനുള്ള ഒത്തിരി ടൈമോ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഈ നെയിമിങ് ഹെയർ ബാൻഡ് എപ്പോഴും നല്ല ഡിമാൻഡായിട്ട് ഒത്തിരി പേര് എപ്പോഴും ചോദിക്കുന്നൊരു സാധനമാണ്. കാരണം കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണിത്.
കണ്ടല്ലോ അതിലേക്ക്. ഇത് ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഏത് രീതിയിൽ എങ്ങനെ വേണോ എന്തൊക്കെ ഡിസൈൻ കൊടുക്കാം അതെല്ലാം കൊടുത്ത് പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഹെയർ ബോസിൻ്റെ ഏറ്റവും ഹെയർ ബാൻഡിനെക്കാളും ഹെയർ ബോയിലാണ് നമുക്ക്. കാരണം ഹെയർ ബാൻഡ് ഒരു പരിധിവരെ എന്ത് പറയും കുട്ടികൾ ഉപയോഗിക്കും. ഒരു 6-7 ക്ലാസ് വരെയും. ഒരു ഹൈസ്കൂളൊക്കെ ആകുമ്പോൾ അവർ കൂടുതൽ പിന്നെ ഹെയർ ബാൻഡ് അധികം യൂസ് ചെയ്യില്ല. ഹെയർ ബോസ് ആകുമ്പോൾ അവർക്ക് പുറകിൽ വെച്ച് ഹെയർ ഒക്കെ ടൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. അതാണ് ഹെയർ ബോയുടെ അഡ്വാൻറ്റേജ്. കണ്ടല്ലോ, ഇത് നമുക്ക് ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്തും ചെയ്യാൻ പറ്റും. കണ്ടല്ലോ, എല്ലാം നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് ഇത് ചെയ്തിട്ടുണ്ട്. ഇനി സെൻറ്ററിലേക്കും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എന്താ പറയുക, ഞാൻ സെൻറ്ററിലേക്കും സെയിം ആ ഒരു ബീഡ്സ് കൊടുത്തിട്ട് ബീഡ്സും ഹാർട്ടിൻ്റെ ഷേപ്പും കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് ആണ് നല്ല നീറ്റായിട്ടിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. കണ്ടല്ലോ, എല്ലാം അറേഞ്ച് ചെയ്ത് ഓക്കെ ആയിട്ട് വെക്കണം. കാരണം അത് ഡ്രൈ ആവുന്നതിന് മുമ്പ് ചെയ്താൽ മാത്രമേ നല്ല നീറ്റായിട്ടിരിക്കുകയുള്ളൂ. പിന്നെ ഈ ബീഡ്സ് നമ്മൾ ഹാൻഡ് കൊണ്ട് ഇങ്ങനെ പറക്കി വയ്ക്കുമ്പോൾ ഏറെ ബുദ്ധിമുട്ടുന്ന ഈ ഗ്ലൂ നമ്മുടെ കയ്യിലാകും. ഈ ഗ്ലൂ കയ്യിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ വീണ്ടും ബീഡ്സ് എടുത്ത് വയ്ക്കുമ്പോൾ കയ്യിലിങ്ങനെ ഒട്ടി ഒട്ടി വരും. നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടിഷ്യൂ എന്തെങ്കിലും കയ്യിൽ അടുത്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് വാട്ടർ ആയാലും മതി. ഈ സ്പോഞ്ചിൻ്റെ ഇതില്ലേ അതിലൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് വയ്ക്കാൻ പറ്റും. കണ്ടോ, ആ ഒരു പിങ്ക് വൈറ്റ് ആ ഒരു കളറൊക്കെ വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ എന്താ പറയുക, എന്തായാലും ഇതുപോലത്തെ കസ്റ്റമൈസേഷനൊക്കെ എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നു അങ്ങനെയല്ല. ഇത് കാണുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ പിള്ളേർക്ക് നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഗിഫ്റ്റ്സ് കൊടുക്കാൻ പറ്റും ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. കണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബബായ്. ചാനൽ പ്രത്യേകിച്ച് വീഡിയോസ് കണ്ടു കഴിഞ്ഞ ശേഷം ലൈക്ക് ചെയ്യണം. ഓക്കെ.